തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യ തലസ്ഥാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യ തലസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാകുമ്പോൾ എത്രത്തോളം പ്രചാരണം ഊർജിതമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ? രോഹിണി, ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ആം ആദ്മിയും BJPയും തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്നു. ഒപ്പം ഇന്ത്യ മുന്നണിയില്ലാതെ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം മത്സരിക്കുന്നു. അത്തരത്തിൽ അതിശക്തമായ മത്സരം പല മണ്ഡലങ്ങളിൽ നടക്കുന്നു. ശക്തമായ വാദപ്രതിവാദങ്ങൾ കെജ്രിവാളിനെതിരെയും ഒപ്പം ആം ആദ്മി സർക്കാരിനെതിരെയും ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJPയുടെ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടക്കുന്നു. ഒപ്പം കഴിഞ്ഞ 2 തവണത്തേതിനും സമാനമായി മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ ആം ആദ്മിയുടെ പ്രചാരണവും ശക്തമായി മുൻപോട്ട് പോകുന്നുണ്ട്. ഫെബ്രുവരി 5-നാണ് 70 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ന്യൂഡൽഹിയിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം പ്രതിപക്ഷ നേതാവും BJPയുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള വിജേന്ദ്ര ഗുപ്ത, കൽക്കാജി മണ്ഡലത്തിൽ അതിഷി, രമേശ് പിഥൂരി തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആം ആദ്മി, BJP, കോൺഗ്രസ് കൂടാതെ മായാവതിയുടെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ AIMM ഇത്തവണ ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെയെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം BJPയുടെ സങ്കല്പ് പത്രം പുറത്തിറക്കും എന്ന വിവരം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ആ പ്രകടന പത്രികയിൽ ഡൽഹിയെ സംബന്ധിച്ച് എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. കാരണം ഡൽഹിയെ സംബന്ധിച്ച് വായു മലിനീകരണം, ജലമലിനീകരണം തുടങ്ങി സാധാരണഗതിയിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അവിടെ BJPയുടെ പ്രകടന പത്രികയിൽ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, മദ്യനയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളും ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണ ആം ആദ്മിക്ക് കനത്ത തിരിച്ചടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് വൈദ്യുതിയും ജലവും ഉൾപ്പെടെ സൗജന്യമായി നൽകിക്കൊണ്ട് വലിയ ജനപ്രീതി പിടിച്ചുപറ്റാൻ ആം ആദ്മിക്കും കെജ്രിവാളിനും സാധിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുറത്തു വന്നിട്ടുള്ള അഴിമതി കഥകൾ ഡൽഹിയിൽ കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് ഡൽഹിയിൽ 70 അംഗ നിയമസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. രോഹിണി. ശരി ജിഷ്ണു. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യ തലസ്ഥാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.